ദില്ലിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ രാഷ്ട്രീയ വിവാദങ്ങൾ കൊഴുക്കുകയാണ്. ആം ആദ്മി പാർട്ടി കൊണ്ടുവരുന്ന നിരവധി പദ്ധതികൾക്കെതിരെ ബിജെപി രംഗത്ത് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നമ്മളുള്ളത് ദില്ലിയിലെ ഹനുമാൻ മന്ദിറിലാണ്. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. അരവിന്ദ് കെജ്രിവാളിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഹനുമാൻ മന്ദിർ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നേരത്തെ അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായ ശേഷം പല ഘട്ടങ്ങളിൽ ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പൂജാരി ഗ്യാരണ്ടി സമ്മാൻ യോജന എന്നാണ് അരവിന്ദ് കെജ്രിവാൾ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ പദ്ധതി. ഈ പദ്ധതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ പ്രത്യേകിച്ച് ദില്ലിയിലെ പുരോഹിതന്മാർക്ക്, അതായത് ഹിന്ദു ക്ഷേത്രങ്ങളിലെ പൂജാരികൾക്കും അതോടൊപ്പം തന്നെ ഗുരുദ്വാരകളിലെ പുരോഹിതന്മാർക്കും 18,000 രൂപ ഓണററി നൽകുന്ന ഒരു പദ്ധതിയാണ് ഈ പദ്ധതി. ഈ പദ്ധതിയെ ചൊല്ലി വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടയിൽ ഇതിന്റെ ഒരു ഉദ്ഘാടനം ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ നടത്തിയിരിക്കുന്നു. അദ്ദേഹം കാശ്മീരി ഗേറ്റിലെ പ്രധാനപ്പെട്ട ബാബ മന്ദിറിൽ എത്തിയാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഈ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കുമ്പോഴും ബിജെപിയുടെ ഭാഗത്ത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ അരവിന്ദ് കെജ്രിവാളിനും ഒപ്പം ഈ പദ്ധതിക്കും എതിരെ ഉയർന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമാണ് അരവിന്ദ് കെജ്രിവാൾ നൽകുന്നത് എന്ന് ഇതിൽ ബിജെപി ആരോപണം ഉന്നയിക്കുന്നു. പള്ളികളിലെ ഇമാമാർക്ക് 17 മാസമായി അവരുടെ ശമ്പളം ലഭിച്ചിട്ടില്ല. അത്തരത്തിൽ അവർക്ക് ശമ്പളം നൽകാൻ കഴിയാത്ത സർക്കാർ എങ്ങനെയാണ് 18,000 രൂപ പ്രതിമാസം ഓണററിയമായി പൂജാരികൾക്ക് നൽകുക എന്ന ചോദ്യമാണ് ബിജെപി ഉയർത്തുന്നത്. അതേസമയം അരവിന്ദ് കെജ്രിവാൾ ആകട്ടെ തിരിച്ചടിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ. കാരണം ഹിന്ദു സമൂഹത്തിന്റെ വോട്ട് ഒപ്പം നിർത്തുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ലക്ഷ്യം വെക്കുന്നത്. ബിജെപി 20-ലധികം സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ട്. ഈ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ ഒരു പദ്ധതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്ത് ബിജെപിക്ക് എതിരെ ഉയർത്തുന്നത്. അതോടൊപ്പം തന്നെ തന്റെ ഈ പദ്ധതി മാതൃകയാക്കി ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അമ്പലങ്ങളിലെ പൂജാരികൾക്ക് ഓണററി നൽകണം എന്ന ഒരു മുന്നറിയിപ്പും ഒരു സന്ദേശം കൂടി അദ്ദേഹം നൽകുന്നു. തീർച്ചയായും അത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അല്പം പ്രതിരോധത്തിലാക്കുന്ന ഒരു സന്ദേശമാണ് കെജ്രിവാളിന്റെ ഭാഗത്ത് ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണെങ്കിലും വരും ദിവസങ്ങളിലും നിരവധി പദ്ധതികൾ അരവിന്ദ് കെജ്രിവാൾ ദില്ലിയിൽ പ്രഖ്യാപിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ ആ പദ്ധതികളെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങളും വിവാദങ്ങളും തുടരും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലം ആയതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി കെജ്രിവാളിനെ ഏത് തരത്തിലും പിന്നോട്ട് വലിക്കുക എന്ന് തന്നെയാണ് ബിജെപി ലക്ഷ്യം വെക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ എന്താണെങ്കിലും വരും ദിവസങ്ങളിലും ബിജെപിയുടെ ഭാഗത്തും ഒപ്പം വാദപ്രതിവാദങ്ങൾ ആം ആദ്മിയുടെ ഭാഗത്തും ഉയരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും തരത്തിൽ പ്രതിഷേധങ്ങളും ഒപ്പം പ്രതികരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെജ്രിവാളിനെതിരെ ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് സന്തു പേരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.